മോസ്റ്റ് പ്രോബബിൾ ലൊക്കേഷൻ എന്ന നിലയിൽ തന്നെ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. വീണ്ടും ആ രക്ഷാദൗത്യത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഹാഷ്മിയും അരുൺ പൂപ്പറമ്പയും ഷഫീദ് റാവുത്തറും ചേരുന്നുണ്ട്. ടീം, നമുക്ക് തുടരാം അവിടെ നിന്നും. വിജയകുമാർ, ഇവിടെ കൃഷ്ണബൈരഗൌഡ കർണാടകത്തിന്റെ റവന്യൂ മന്ത്രിയാണ്. റവന്യൂ മന്ത്രി ഒരു സ്ഥിരീകരണ സ്വഭാവം, ഒരുപക്ഷെ അത്ഭുതകരമാവണം ഒരു സ്ഥിരീകരണ സ്വഭാവത്തിൽ അങ്ങനെ പറയുകയാണ്. ഡെഫിനറ്റ്ലി ഒരു ട്രക്കാണ് എന്ന് അദ്ദേഹം അത് പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നതാണോ അതോ കർണാടക സർക്കാരിന്റെ ഔദ്യോഗിക അറിയിപ്പായി ഒരു ട്രക്ക് ഈ പുഴത്തട്ടിലുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയാണോ എന്നതിന് വ്യക്തമല്ല. എന്തായാലും അത് 3:30-ക്കാണ് കൃഷ്ണബൈരഗൌഡ അത് പറയുന്നത്. ഉറപ്പായും കർണാടക സർക്കാർ ഇന്നലെ മുതൽ തന്നെ വിവരങ്ങളുണ്ട്. ഈ നാവികസേനയുടെ സോണാർ സിഗ്നൽ, പ്രധാനപ്പെട്ട 2 സിഗ്നലുകൾ ഇന്നലെ മുതൽ തന്നെ കർണാടക സർക്കാരിന് ആ വിവരങ്ങളുണ്ട്. ആ വിവരങ്ങൾ പ്രകാരമാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ അവിടുത്തെ ഓപ്പറേഷൻ SOP നടന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ സിഗ്നൽ പ്രകാരമായിരുന്നു. രാവിലെ മുതൽ ചെറു JCB-കൾ മുതൽ രാവിലെ മെറ്റൽ ആ പരിശോധന മുതൽ ലോങ് ബൂം എക്സ്കവേറ്റർ അടക്കമുള്ള പരിശോധന ഈ സിഗ്നൽ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു. പക്ഷേ എങ്കിൽ കൂടി എനിക്ക് അത്ഭുതമുണ്ട് വിജയകുമാർ, ഒരു സംസ്ഥാനത്തിന്റെ റവന്യൂ മന്ത്രി ഒരു ഔദ്യോഗിക സ്ഥിരീകരണം എന്ന രീതിയിൽ ഇപ്പോൾ നേവിയും കരസേനയുമാണ് പരിശോധന നടത്തുക. ഉറപ്പായും സംസ്ഥാന സർക്കാരിന് പങ്കുണ്ടെങ്കിൽ കൂടിയും അവരുടെ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ കർണാടക റവന്യൂ മന്ത്രി ഡെഫിനറ്റ്ലി അതൊരു ട്രക്കാണ് എന്ന് പറയുന്നത് അത്ഭുതകരമാണ്. അത്ഭുതകരം എന്ന് പറഞ്ഞാൽ ഉറപ്പായും കൃഷ്ണബൈരഗൌഡ സാധാരണക്കാരനല്ല, കർണാടക റവന്യൂ മന്ത്രിയാണ്. റവന്യൂ മന്ത്രി അത് പറയണമെങ്കിൽ കൃത്യമായും ചില സൂചനകളുടെ അടിസ്ഥാനത്തിലും ചില സ്ഥിരീകരണ സ്വഭാവമുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതുണ്ടാവുക. അപ്പോൾ എന്തായാലും പരിശോധന നടക്കുന്നു. ഷഫീദ് റാവുത്തറും അരുൺ പൂപ്പറമ്പയും ഇവിടെയുണ്ട്. ഷഫീദിലേക്ക് ഒന്ന് പോകുന്നു. ഷഫീദ്, ഇവിടെ കർണാടക റവന്യൂ മന്ത്രി പറഞ്ഞു ഡെഫിനറ്റ്ലി ഒരു ട്രക്കാണെന്നാണ് പറയുകയാണ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം പറയുകയാണ്. അതിന്റെ പിന്നാലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്ട്രോങ് സിഗ്നലുകൾ. ഇപ്പോൾ പരിശോധന ഇന്ന് രാത്രിയും തിരച്ചിൽ തുടരുമെന്ന് പറയുമ്പോൾ ഉറപ്പായും ഈ 8 നാളില്ലാതിരുന്ന ചില വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകർ കൊടുക്കാനുണ്ട്, അർജുന്റെ വീട്ടുകാർ കൊടുക്കാനുണ്ട്. ഷഫീദ്, ഹാഷ്മി, ഉറപ്പായിട്ടും അതായത് ഇതുവരെ ഇല്ലാത്ത തരത്തിലേക്കുള്ള ചില ഔദ്യോഗിക സ്ഥിരീകരണം കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്, നേവിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. കർണാടക റവന്യൂ മന്ത്രിയുടെ ആ ട്വീറ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അതായത് ഡെഫിനറ്റ്ലി ഒരു ട്രക്ക് അവിടെ ഡിറ്റക്ട് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ വരി പറയുന്നു സ്കൂബ ടീമിന്റെ ഡീപ് ഡൈവേഴ്സ് അവരവിടേക്ക് ഉടൻ എത്തും. മറ്റൊന്ന് ഈ ഡ്രോൺ പരിശോധന ഉടൻ നടത്തും. അതിനുമപ്പുറത്തേക്ക് കോസ്റ്റൽ ഗാർഡിന്റെ ഒരു ഹെലികോപ്റ്റർ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് എത്തിച്ച പരിശോധന നടത്തും. അപ്പോൾ വളരെ നിർണായകമായിട്ടുള്ളൊരു സൂചന, ഒരു മെറ്റൽ എലമെന്റ്, അത് ഹഷ്മിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ഒരു ടവർ ആകാം. ഒരു പക്ഷേ നമ്മളുടെ പ്രതീക്ഷയുടെ അങ്ങേക്കരയിൽ നമ്മൾ ഇപ്പോഴും അത് ആ ലോറി ആയിരിക്കണേ, ഈ കാത്തിരിപ്പ്, ആ വീട്ടുകാരുടെ വിഷമം, ആ ദുഃഖമൊക്കെ മാറണേ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ്. പക്ഷേ അപ്പോഴും നമ്മൾ എടുത്തു പറയുന്നു ഔദ്യോഗിക സംവിധാനങ്ങൾ ഒന്നാകെ, ആ സംവിധാനങ്ങൾ മൊത്തത്തിൽ പറയുന്നുണ്ട് അതൊരു ട്രക്കാകാം, ആ ട്രക്കിനുള്ള സാധ്യതയാണ് കൂടുതലെന്ന് നേവിയും ഔദ്യോഗികമായ സ്ഥിരീകരണം നടത്തുന്നുണ്ട്. ഇനി നമുക്ക് മുൻപിൽ പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങളുണ്ട്. അത് ഈ ഡിറ്റക്ട് ചെയ്ത ഭാഗത്തേക്ക് 10 മീറ്റർ അളവിൽ എങ്ങനെയായിരിക്കും ഒരു ഡീബഡിങ് നടത്തുക, അതല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അത് കണ്ടെത്തുക. അതിന് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന സാനി എക്സ്കവേറ്റർ മാത്രം മതിയാവില്ല. അതിന് മാത്രമല്ല, അത് ലോറിയാണെങ്കിൽ ട്രക്കാണെങ്കിൽ അത് അവിടെ നിന്ന് എടുക്കാനൊക്കെ ഈ സംവിധാനങ്ങൾ പോലെ സ്ലിംഗറും അങ്ങനെ വലിയ വലിയ സംവിധാനങ്ങൾ ആവശ്യമുണ്ട്. അതൊക്കെ ലോറി ആവട്ടെ, ലോറിയാണെങ്കിൽ അതിനൊക്കെ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ പെട്ടെന്ന് എത്തിക്കാമായിരിക്കും അല്ലേ ഷഫീദ്? ഹാഷ്മി, ഉറപ്പായിട്ടും അതിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഇന്ന് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ട സിഗ്നലുകൾ അവർ ക്രോസ് ചെക്ക് ചെയ്യുന്നു, അത് മാച്ച് ആകുന്നു. അപ്പോൾ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ അത് കാൻവാർ MLA നടപ്പിലാക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ എക്സ്കവേറ്റർ ഇന്ന് എത്തിക്കുക എന്നുള്ളത്. അതായത് ഈ സിഗ്നലുകൾ, ആദ്യം ലഭിച്ച സോണാർ സിഗ്നലുകൾ, പിന്നാലെ ലഭിച്ച റഡാർ സിഗ്നലുകളൊക്കെ ഈ 10 മീറ്റർ ദൂരപരിധിയിൽ നിശ്ചയിച്ചപ്പോൾ തന്നെ നമ്മുടെ ഈ ഷിലൂരിന്, ഈ അപകടം നടന്ന സ്ഥലത്തിന് ഏതാണ്ട് 15 കിലോമീറ്റർ അപ്പുറം ഇവർ ഈ മിഷൻ, ഈ യന്ത്രം അവർ ഒരുക്കിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മൾ മറ്റൊരു ആവശ്യത്തിന്, ഒരു യോഗം കവർ ചെയ്യാൻ അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് ഈ യന്ത്രം റോഡിന്റെ ഒരു ഭാഗത്ത് ഒതുക്കിയിട്ടത്. അപ്പോൾ ചില നീക്കങ്ങൾക്ക്, ചില ഫോൺ കോളുകൾക്ക് കാത്തിരിക്കുക മാത്രമാണ് ഇപ്പോൾ കർണാടക സർക്കാർ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കാൻവാറിലെ അവരുടെ ജില്ലാ ഭരണകൂടം അടക്കമുള്ള ആളുകൾ, ഇപ്പോൾ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം ഇപ്പോൾ ശ്രമിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഹഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ലോറിയാണെങ്കിൽ, അതല്ലെങ്കിൽ അത് ഏത് ലോറിയോ ആകട്ടെ, അങ്ങനെ ഒരു ലോറിയാണ് ആ മണ്ണിനടിയിൽ പുതഞ്ഞിരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അത് പുറത്തെടുക്കാനുള്ള സംവിധാനങ്ങൾ ഈ ശിലൂർ പരിധിയിൽ തന്നെ അവർ ഒരുക്കിയിട്ടുണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന സൂചന. ഏതായാലും വളരെ ഒരു റിസൾട്ടിലേക്ക്, ഒരു പോസിറ്റീവ് റിസൾട്ട് ഇത്രയും നാൾ. അതിന് ഏറ്റവും കൂടുതൽ തിരിച്ചടി ഹാഷ്മി, ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഈ പ്രദേശത്ത് പോലും കനത്ത മഴയുണ്ട്. കാൻവാർ MLA പറയുന്നു ഇന്ന് രാത്രിയും ഈ തിരച്ചിൽ തുടരും, അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ 2 കാര്യങ്ങൾ, രാത്രിയും തിരച്ചിൽ തുടരണമെങ്കിൽ ഈ 2 കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായി മാറും. അതിലൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പെരുമഴ, തുള്ളിക്കൊരു കുടക്കണക്ക് മഴ പെയ്യുകയാണ്. പക്ഷേ നമ്മുടെ പ്രതീക്ഷകളിൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ അർജുനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമേ എന്നുള്ളൊരു കാര്യമുണ്ട്. അതുകൊണ്ട് ഏത് വിധേനയുമുള്ള തടസ്സങ്ങളെ മറികടക്കുക എന്നുള്ള കാര്യം അത് കർണാടക സർക്കാർ ഇപ്പോൾ അവരുടെ ഇച്ഛാശക്തിയുടെ ഭാഗമായി കൂടി എടുത്തിട്ടുണ്ട്. അത് വളരെ പെട്ടെന്ന് അവർ അത് പറയുന്നുമുണ്ട്. കാരണം ഇപ്പോൾ മഞ്ചേശ്വരം MLA അല്പസമയം മുൻപ് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനെയുള്ള
കാര്യങ്ങൾ അതല്ലെങ്കിൽ ഇങ്ങനെ കർണാടക സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. കാരണം അവരെല്ലാ രീതിയിലുള്ള എഫേർട്ട് ഇതിനകത്ത് എടുക്കുന്നുണ്ട്. കാൻവാർ MLAയും അവസാനമായി അവസാനിപ്പിച്ചത് വി ആർ ടേക്കിംഗ് ഓൾ എഫേർട്സ് എന്നുള്ളതാണ്. അതായത് എല്ലാ എഫേർട്ടുകളും എടുത്തുകൊണ്ടുള്ള പരിശോധന അത് 500 മീറ്ററിനപ്പുറം നമുക്ക് കാണാൻ കഴിയും. ഹാഷ്മി, എന്നാലും അല്പസമയത്തിന്റെ വിജയമാണത്. കാരണം ഇപ്പോൾ ഇവിടെ പെരുമഴയാണ്. പെരുമഴ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദിവസങ്ങളിൽ ഇവിടെ നിൽക്കുമ്പോൾ പെയ്യുന്ന മഴ പോലെ തന്നെ വലിയ മഴ, വലിയ കാറ്റ്, എത്ര ശക്തമായ കുടയെപ്പോലും തെറിപ്പിച്ചു കളയാൻ പാകത്തിലുള്ള ഒരു കൊടുങ്കാറ്റിന് സമാനമായ വലിയ കാറ്റ് ഒക്കെ അടിക്കുന്നുണ്ട്. എന്തായാലും ഈ ദിവസങ്ങളത്തെ രക്ഷാപ്രവർത്തനത്തെ ഈ കാറ്റും മഴയും ബാധിച്ചിരുന്നു. പക്ഷേ ഈ ഇപ്പോൾ നടക്കുന്ന ഒരുപക്ഷെ അന്തിമമായി നടക്കുന്ന രക്ഷാദൗത്യത്തിൽ അന്തിമമായി നടക്കുന്ന ഒരുപക്ഷെ ഒരു ഫൈനൽ ഒരു ഡേ എന്ന് നമുക്ക് പറയാവുന്ന ദിവസം ഈ രക്ഷാദൗത്യത്തെ മഴ തടസ്സപ്പെടുത്തില്ല എന്ന് കരുതാം. അങ്ങനെ ഭയക്കാനുള്ള കാരണം വിജയകുമാർ, ആ മേഖലയിലെ മണ്ണൊക്കെ ആകെ ദുർബലപ്പെട്ടിങ്ങനെ നിൽക്കലാണ്. വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് അതിപ്രധാനമാണ്. മാത്രമല്ല നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ പോകുന്ന വഴികളിലൊക്കെ ദേശീയപാത ഇരുവശവും അവിടെ മണ്ണിടിച്ച് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം. അത്രത്തോളം ദുർബലമാണ് ഈ പശ്ചിമഘട്ടത്തിലെ ഷിരൂർ മലനിരകൾ. അവിടെ അനിഷ്ടമായ ഒന്നും ഇപ്പോൾ സംഭവിക്കാൻ പാടില്ല. കാരണം നമ്മൾ ഈ കഴിഞ്ഞ 9 ദിവസം ഏറെ പ്രാധാന്യത്തോടെ കാത്തിരുന്ന ഏറ്റവും നിർണായകമായ വിവരത്തിന്റെ പടിക്കൽ നമ്മൾ നിൽക്കുകയാണ്. അതിന് ഒരു തരത്തിലും ഈ പെരുമഴ ആ രക്ഷാദൗത്യത്തിന് തടസ്സമായി കൂടാ. അല്പസമയത്തിനകം തന്നെ ഏറ്റവും നിർണായകമായ വിവരം പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിത വിജയകുമാർ. അതിന് കാരണം ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടങ്ങൾ ഇതിനകത്തേക്ക് പോയിട്ടുണ്ട്. ഒരു മജിസ്ട്രേറ്റ് അടക്കം അകത്തേക്ക് പോകുന്നതിനർത്ഥം ഒരു യോഗമകത്ത് ചേരാൻ പോകുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഒരു പ്രഖ്യാപനത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമോ എന്ന് മനസ്സിലാക്കണം. കാർവാർ SP ഇവിടെയുണ്ട്. കാർവാർ SPയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും ഇവിടെയുണ്ട്. ഏറ്റവും പ്രധാനം ഇവിടുത്തെ റവന്യൂ മന്ത്രി കൃഷ്ണബൈര ഗൗഡ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. കൃഷ്ണബൈര ഗൗഡ ആദ്യം തന്നെ 90% മണ്ണ് പരിശോധന പൂർത്തിയാക്കി ഈ ലോറി ഉള്ളത് പുഴയിലാണെന്ന് ആദ്യമായി പ്രഖ്യാപിച്ച വ്യക്തിയാണ് കൃഷ്ണബൈര ഗൗഡ. ആ ഗൗഡ ഇന്നിട്ട ട്വീറ്റാണ് ഞാൻ നേരത്തെ വായിച്ചത് വിജയകുമാർ. അദ്ദേഹം 3 ട്വീറ്റാണ്. പുഴയോരത്തോട് ചേർന്ന് ഒരു ട്രക്ക് ഡെഫിനറ്റ്ലി കണ്ടെത്തി അതിലേക്ക് എത്താൻ ആർമി ശ്രമിക്കുന്നുവെന്ന് ഒരു സംസ്ഥാന സർക്കാർ പറയുകയാണ്. ഉറപ്പായും ഒരു സംസ്ഥാന സർക്കാരാണ്, റവന്യൂ മന്ത്രി സംസ്ഥാന സർക്കാർ തന്നെ അതൊരു സ്ഥിരീകരണ സ്വഭാവത്തിൽ പറയുകയാണ്. അതിന് പിന്നാലെയാണ് ഈ പറയുന്ന സോണാർ സിഗ്നൽ അത് പുറത്തേക്ക് വരുന്നത്. ഇന്നലെ തന്നെ